ആകാശവാണിയല്ലേ? വാ, നിന്നെ എവിടെ കൊണ്ടുവിടണം അവിടെ കൊണ്ടുവിടും. നാഗമ്മേ, എനിക്കത്ര വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. പക്ഷേ എന്നെങ്കിലും ഞാൻ ദൈവത്തെ നേരിക്കണ്ട ഒരേ ഒരു ചോദ്യം ചോദിക്കും. പാമ്പിന് നീ സൗന്ദര്യം കൊടുത്തു, പക്ഷെ അതിന് വിഷം നീ കൊടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാവരും അതിനെ വീട്ടിൽ വളർത്തിയേനല്ലോ. എന്താ അങ്ങനെ ചെയ്യാത്തെന്നായിരിക്കും ഞാൻ ചോദിക്കുക. ഭൂമിയിൽ മനുഷ്യരടക്കം എത്രയോ ജീവജാലങ്ങളുണ്ട്. പക്ഷെ നിനക്ക് മാത്രമുള്ള ഈ സവിശേഷത മറ്റൊരു ജീവജാലത്തിനുമില്ല. നിനക്ക് മാത്രം സ്വന്തമാണല്ലോ അമൂല്യമായ നാഗമാണിക്യം. ഇത്രയേറെ പ്രശസ്തി നിനക്കുണ്ടായിട്ടും ആരുടെയും കൺവെട്ടത്ത് വരാതെ പതുങ്ങി കഴിയേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ്. മനുഷ്യൻ അവന്റെ ഉള്ളിൽ വിഷം നിറച്ചു വെച്ചിട്ട് നിന്നെ കാണുമ്പോൾ മാത്രം നിന്റെ ഉള്ളിലാണ് വിഷമെന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലാനും പേടിച്ചോടാനും ഒക്കെയാ അവര് ശ്രമിക്കാറുള്ളത്. അതോർക്കുമ്പോഴാ വല്ലാത്ത സങ്കടം. നിനക്കിങ്ങനെ ജീവിതകാലം മുഴുവൻ ഒളിച്ചും പതുങ്ങിയും ജീവിക്കാനാണല്ലോ വിധി. ഇത്രയേറെ ഗുണങ്ങളൊക്കെയുള്ള നിന്നെ എന്റെ കൂടെ നിർത്തി എനിക്ക് വളർത്താൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ നീ എപ്പോഴും സുരക്ഷിതയായിട്ടിരിക്കണം. അതിന് ഈ പുറ്റാണ് ഏറ്റവും പറ്റിയ സ്ഥലം. ദയവ് ചെയ്ത് ഈ പുറ്റ് വിട്ട് വെളിയിൽ വരരുത്. നിന്നെ നാഗമേ, നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാ ഈ നാടകമൊക്കെ കളിക്കുന്നത്. ഒട്ടും വൈകാതെ അത് നടന്നിരിക്കും. എന്താടാ ആ പാമ്പ് ഇപ്പൊ ഗംഗയെ കടിച്ചിട്ടുണ്ടാവോ? ഉറപ്പായിട്ടും കടിച്ചിട്ടുണ്ടാവൂടാ. മിക്കവാറും അവളിപ്പോ ശവമായിട്ടുണ്ടാവൂടാ. എന്താങ്ങളെ, ഉറക്കമൊന്നുമില്ലേ? അത് അത് വെള്ളമടി നിർത്തുക കാരണം ഉറക്കം കിട്ടുന്നില്ലെന്നേ. ഓ, അല്ലരണേ, നീ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഗംഗയൊന്ന് കാണാൻ പോയതാ. ഔട്ട് ഹൗസിൽ നിന്നാണ് വരുന്നേ? അതെ. അത് അങ്ങനെ തന്നെ വേണം വരണേ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും ഭാര്യ ഒരിക്കലും ഭാര്യ അല്ലാണ്ടാവുമോ മോനെ? അല്ല, ഗംഗ മോനെ കണ്ടപ്പോ അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളെ സമാധാനപ്പെടുത്താൻ മോൻ ഇത്രയും നേരം അവിടെ ഇരുന്നോ? അവളെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയെങ്കിൽ. പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്താ അവിടെ ഒരു പാമ്പിനെ കണ്ടത്. ഭാഗ്യത്തിന് അത് ആരെയൊന്നും ചെയ്തില്ല. ഞാൻ ആ പാമ്പിനെ കൊണ്ടുപോയി പുറ്റിനകത്ത് വിട്ടിട്ട് വരിക. പാമ്പിനെ പുറ്റിനുള്ളിൽ വിട്ടുന്നോ? അതെ, അതിരിക്കേണ്ടത് പുറ്റിനകത്തല്ലേ, അത് അവിടെ കൊണ്ട് വിട്ടത്. ഞാൻ ആ പാമ്പിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി അത് പുറ്റുവിട്ട് വെളി വരില്ല. പിന്നൊരു കാര്യം, ഔട്ട് ഹൗസിൽ പാമ്പിനെ കണ്ട കാര്യം തൽക്കാലം ആരോടും പറയണം. ഒരിക്കലും. പാമ്പ് ജീവിച്ചു പോയിക്കോട്ടെ. പാമ്പിനെ വെച്ച് കളിച്ച കളി ഇന്നും പാളി. മീറ്ററിന് കൊടുത്ത 10,000 രൂപ ഗോവിന്ദ. അരുണിനെ കൊല്ലാൻ കിട്ടിയ ഈ അവസരം ഉപയോഗിക്കാതെ നീ എന്താണ് ചെയ്യുന്നത്? അവന്റെ
മയങ്ങിപ്പോയല്ലേ? ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെട്ടോ നീ? നീ നാഗകന്യകയാണ്, ശക്തി നാഗം. വെറും ലൗകികമായ ഇത്തരം ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടേണ്ടവളല്ല നീ. നമ്മുടെ വംശപരമ്പര ത്യാഗത്തിൻ്റെതാണ്. ദൈവഹിതം മാത്രമാണ് നമ്മുടെ ജീവിതം. നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതമില്ല, അത് നീ മറക്കരുത്. എനിക്ക് മാപ്പ് തരണം അമ്മേ. അവൻ നമ്മുടെ വംശത്തെ പറ്റി പറയുന്നത് കേട്ട് ഒരു നിമിഷം ഞാനൊന്ന് പതറി. ഇനി യാതൊരു കാരണവശാലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ലമ്മേ. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, നാഗകന്യകയാണ്. എന്നും ഞാൻ നിങ്ങളുടെ നന്ദിനിയായിരിക്കും അമ്മേ. പ്രതികാരം ചെയ്യാൻ എനിക്കൊരു ശരീരം ആവശ്യമുണ്ട്. അതിനായി ഞാൻ ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. അങ്ങനൊന്നും ചെയ്യരുത്. ഇനി നീ ഗംഗയല്ല, നന്ദിനി. എവിടേക്കാ നീ ഓടുന്നേ? അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മനസ്സ് നീ തന്നെ ഇപ്പൊ കണ്ടതല്ലേ? പാമ്പിനെ കണ്ട് പേടിച്ചോടുന്ന ഈ ലോകത്ത് പാമ്പിനെ ഇത്ര സ്നേഹത്തോടെയും കരുണയോടെയും കാണുന്ന അദ്ദേഹം എത്ര നല്ലവനാണെന്ന് നിനക്ക് എപ്പോഴും ബോധ്യായില്ലേ? ഒരാളെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പക അയാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെച്ച് പുലർത്തിക്കൂടാ. ഞാൻ നിന്നോട് കേണപേക്ഷിക്കാണ് നാഗമ്മേ, അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ പൂജിച്ചോളാം. ഈ കുടുംബത്തെ ഇല്ലാതാക്കരുത്. ഗംഗേ, നീ എന്നു മുതൽ എന്നെ പൂജിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നീ എത്ര തന്നെ അപേക്ഷിച്ചാലും ശാപം കിട്ടിയ ഈ കുടുംബത്തിൽ നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ. എത്രയോ നാളുകളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ രൂപത്തിൽ ആ താലി ഏറ്റുവാങ്ങിയത് തന്നെ ഞാനാണ്. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാ അവൻ നിന്റെ അടുത്ത് പോലും വരാതെ നിന്റെ പരിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. എന്നെ വിശ്വസിച്ച നിന്റെ മേൽ പാപക്കറ വീഴാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ ദ്രോഹികളുടെ കുടുംബത്തിലെ ഒരു സന്തതി പോലും ഇനി ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാക്കരുത്. അവരെ ഒന്നടങ്കം ഇല്ലാതാക്കി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരും. അതല്ലാതെ മറ്റൊരു പോവഴിയില്ല. വേണ്ട നാഗമ്മേ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഇനി എത്ര കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി.
ഇനി നീ ഗംഗയല്ല, നന്ദിനി. എന്റെ മനസ്സ് തന്നെ ആയിരിക്കണം നിനക്കും. എന്റെ അതേ ബുദ്ധി തന്നെ ആയിരിക്കണം നിനക്കും. ഈ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള വെറി നിന്റെ നാടി ഞരമ്പുകളിൽ ഓടണം. വേണ്ട വേണ്ട മഹിഷ കാത്തു രക്ഷിക്കണം. പറയൂ തമ്പുരാൻ. കൊട്ടാരമുറ്റത്ത് കാലുകുത്തിയപ്പോൾ തന്നെ ഇവിടമാകെ അമാനുഷിക ശക്തികളാൽ നിറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ പാപങ്ങളും ദോഷങ്ങളും ഇരുണ്ടുകൂടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ പറയുന്നത് ശരിയാ. വീടിനകത്ത് കയറും മുമ്പ് ഈ പാമ്പിൻ പുറ്റിനടുത്തേക്ക് എന്റെ മഹിഷൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണ്? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? നിന്റെ മഹിഷൻ എല്ലാം മനസ്സിലാക്കുന്നല്ലോ എന്നറിഞ്ഞിട്ടാ. ഈ പുറ്റിനുള്ളിൽ നീ എന്തോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ കഴിവുകളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ പുറ്റിനെ കുറിച്ചൊന്നും പറയാതെ അങ്ങോട്ടേക്ക് അയച്ചത്. മിടുക്കൻ, നീ കണ്ടുപിടിച്ചല്ലോ. നീ മന്ത്രവും കുതന്ത്രവും പഠിച്ചെടുത്തതെന്ന് തന്നെയാണ് ഞാനും പഠിച്ചത്. നീ എന്നെ പരീക്ഷിക്കരുത്. അതെന്റെ മഹിഷനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ഈ പാമ്പിൻ പുറ്റിൽ എന്താ ചെയ്തിരിക്കുന്നത്? അതൊരു നിഗൂഢമായ രഹസ്യമാണ്. നമ്മുടെ ഗുരുനാഥൻ വന്ന് ചോദിച്ചാലും ഞാനത് പറയില്ല. ഏയ്, നീ ഒന്നും പറയണ്ട. പക്ഷെ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ഒരിക്കൽ നിനക്ക് തിരിച്ചടിയാകും. നീ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? വയസ്സായാലും നിന്റെ അഹംഭാവത്തിനൊരു കുറവ് വന്നിട്ടില്ല. അതെങ്ങനെ കുറയാനാ? ആ അഹങ്കാരം എന്റെ കൂടപ്പിറപ്പല്ലേ ഈശ്വര. ആ, അതൊക്കെ വിട്ടേക്ക്. നീ ആ പുറ്റിനകത്ത് എന്താ ഉള്ളേ നോക്ക്. നോക്കാം. നീ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? വയസ്സായാലും നിന്റെ അഹംഭാവത്തിനൊരു കുറവ് വന്നിട്ടില്ല. അതെങ്ങനെ കുറയാനാ? ആ അഹങ്കാരം
എന്റെ കൂടപ്പറപ്പല്ലേ ഈശ്വര. അതൊക്കെ വിട്ടേക്ക്. നീ ആ പുറ്റിനകത്ത് എന്താ ഉള്ളേ നോക്ക്. നോക്കാം. അകത്തൊരു വലിയ പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നിന്റെ കയ്യിലുള്ള മാന്ത്രിക ജലം എടുത്ത് പുറ്റിനുള്ളിലേക്ക് 3 പ്രാവശ്യം തെളിക്കും. ഇവനായിരിക്കും സ്വാമി അയച്ച തമ്പുരാൻ. അരുൺ പുറ്റിനകത്തേക്ക് വിട്ട പാമ്പ് ഞാനാണെന്ന് കരുതിയിരിക്കുകയാണിവൻ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു കഴിഞ്ഞു സ്വാമി. നിഗൂഢതകളുടെ ഒരു കലവറയാണ് ഈ പുറ്റ്. അത് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ നീ എന്നെ ഗൗനിച്ചേ മതിയാകൂ. പണമല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ തന്നേക്കാം. നീ ഇപ്പോ ദേവിയെ വിളിച്ച് പൂജയ്ക്കിരുത്തി അവളുടെ ഉള്ളിലെ ബാധ ജാനകിയാണോ എന്ന് തീർച്ചപ്പെടുത്തി അത് ജാനകിയുടെ ആത്മാവാണെങ്കിൽ അവളെ നിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരിക്കലും പുറത്തു വരാതെ ബന്ധിക്കണം. ആ ജാനകിയുടെ ആത്മാവ് ഉഗ്രരൂപിയായിരിക്കും. കാരണം അവൾ അല്പായുസിൽ മരണപ്പെട്ടതാ. ഞാൻ ആവശ്യപ്പെടുന്ന പണം തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ ശക്തി എന്താണെന്ന് ഇതോടെ നീ മനസ്സിലാക്കും. എത്ര ശക്തിയുള്ള ആത്മാവാണെങ്കിലും എന്റെ മഹിഷന്റെ മാന്ത്രിക വലയത്തെ ഭേദിക്കാനാവില്ല. എനിക്ക് തരാമെന്നേറ്റ പണത്തിന്റെ കാര്യം മറക്കണ്ട. ആ ആത്മാവിനെ വലംപിരി ശങ്കിൽ അടച്ച് ഇടതുഭാഗത്തായി കെട്ടണം. പണത്തെ ചൊല്ലി നീ പിഴവൊന്നും വരുത്തരുത്. അതേ, നമ്മൾ ഈ വിദ്യ അഭ്യസിച്ചത് തന്നെ 4 കാശുണ്ടാക്കാനാ. ഇതുപോലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. എനിക്ക് പണമാണ് ആവശ്യം. പക്ഷെ നീ അവിടെ ആരോടും പണം ചോദിക്കരുത്. എത്ര പണമാണെങ്കിലും അത് ഞാൻ നിനക്ക് തരും. അങ്ങനെ ആവട്ടെ. അതെ, നമ്മൾ ഈ വിദ്യ അഭ്യസിച്ചത് തന്നെ 4 കാശുണ്ടാക്കാനാ. ഇതുപോലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. എനിക്ക് പണമാണ് ആവശ്യം. പക്ഷെ നീ അവിടെ ആരോടും പണം ചോദിക്കരുത്. എത്ര പണമാണെങ്കിലും അത് ഞാൻ നിനക്ക് തരും. അങ്ങനെ ആവട്ടെ. ഞാനെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തുപറ്റി? ചാണകത്തിൽ ചവിട്ടി. അശുദ്ധമായി. കാല് കഴുകണമായിരുന്നു. കുറച്ച് വെള്ളം വേണം. കാല് കഴുകണല്ലേ? അതെ. ഞാൻ തരാം. എന്റെ കൂടെ വരൂ. നിൽക്കൂട്ടി, എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വെള്ളം ഇവിടെ ഇല്ലേ?
അത് അഴുക്ക് വെള്ള. നല്ല വെള്ളം ഞാൻ കൊണ്ടുതരാം. അങ്ങോട്ടേക്ക് വരൂ. ഈ വെള്ളത്തിന് എന്താ കുഴപ്പം? കാല് കഴുകാൻ ഇത് മതിയല്ലോ.